ആസിഫ്, ഞാൻ തിരിച്ചെത്താം. എന്തോ ചില ശബ്ദ സംവിധാനങ്ങളിൽ തകരാറുണ്ടത് പരിഹരിച്ച ശേഷം തിരിച്ചെത്താം. എന്തായാലും ഇന്നിപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ച, നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിട്ട് പോലും ഇന്ന് കൂടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ചില പരാമർശങ്ങൾ എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ പറയാതിരുന്ന UDF സ്ഥാനാർത്ഥി പോലും അത്തരം വാക്കുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അവസാന നിമിഷത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ കൂടി പ്രചാരണ രംഗത്ത് സജീവമാക്കി നിലനിർത്താൻ UDF ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സേഫ്, തുടരാം. അതെ, ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച കാര്യം അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാക്കി മണ്ഡലത്തിലുടനീളം മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം UDF എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണമാണ് CPM-ന്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി M. സ്വരാജ് നൽകിയത്. ഏതെങ്കിലും ഘട്ടത്തിൽ RSS-മായി ചേർന്നുകൊണ്ട് ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല, അത് CPM-ന് ഉണ്ടായിട്ടില്ല. അതിന് ചില ഉദാഹരണങ്ങൾ സഹിതം M. സ്വരാജ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായി ചേർന്നു. ജനതാ പാർട്ടിയിൽ വിവിധ കക്ഷികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ജനതാ പാർട്ടിക്കുള്ളിൽ RSS-ന്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ആ ഘട്ടത്തിൽ കേരളത്തിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തു. കാസർഗോഡ്, അതുപോലെ തന്നെ പാറശാല, തിരുവല്ല അടക്കം 4 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ആ സമയത്ത് RSS-മായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനതാ പാർട്ടി, അതിനകത്ത് കൂടുതൽ ശക്തി അതിനകത്തുണ്ട്, ജനസംഘമല്ല, ജനതാ പാർട്ടി. ആ സമയത്ത് അവരുമായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിന് അന്ന് ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ ജനതാ പാർട്ടിയിൽ നിന്ന്, അവരുടെ സഹകരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം ഈ പല തരത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. പല സമയങ്ങളിൽ RSS-മായി ചേർന്നുകൊണ്ടുണ്ടായ സമയങ്ങളിൽ EMS എടുത്ത നിലപാട്, നയനാർ എടുത്ത നിലപാട്, RSS-ന്റെ വോട്ട് വേണ്ട എന്ന് EMS പറഞ്ഞ കാര്യം, അങ്ങനെ നയനാർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് RSS-മായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിന് ഒരു ഘട്ടത്തിലും തങ്ങൾ തയ്യാറായിട്ടില്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. താൻ MV ഗോവിന്ദന്റെ ഇന്റർവ്യൂ താൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കണമെങ്കിൽ കൂടുതൽ പ്രതികരിക്കാം. എന്തെങ്കിലും അവ്യക്തത ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കും, അദ്ദേഹം പ്രതികരിക്കും, അതിനകത്തൊരു വ്യക്തത അദ്ദേഹം വരുത്തും. പക്ഷേ ചരിത്രപരമായ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSS-മായി ഒരു ഘട്ടത്തിലും ചേർന്നിട്ടില്ല CPM. അത് ഈ ഒരു വർഗീയ ശക്തിയുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ താൻ പറയുന്നു. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും തങ്ങളുടെ മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് വിശദീകരിക്കുകയാണ് M. സ്വരാജ് ചെയ്തിരിക്കുന്നത്. M. സ്വരാജിന്റെ പ്രചരണ പരിപാടികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം നിലമ്പൂർ നഗരസഭയിൽ നിന്നാണ് നിശബ്ദ പ്രചരണം ആരംഭിക്കുന്നത്. വീട് വീടാന്തരം കയറി പ്രവർത്തകർ സ്ലിപ്പും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. ചില സൗഹൃദ കൂടിക്കാഴ്ചകൾ, അതിനൊപ്പം തന്നെ ചില വീടുകൾ കയറി വോട്ട് തേടൽ, അതാണ് M. സ്വരാജിന്റെ രാവിലത്തെ പരിപാടിയായി തീരുമാനിച്ചിട്ടുള്ളത്. നേതാക്കന്മാരെല്ലാം തന്നെ മണ്ഡലത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇന്ന് ഉള്ളത് മണ്ഡലത്തിലെ പാർട്ടി അണികളും സ്ഥാനാർത്ഥിയും മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമാണ്. ജിൽസി, ശരി. സേഫ് സേലാംദിനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിശബ്ദ പ്രചാരണ ദിവസവും വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും ഒക്കെ ഉള്ളത്. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അവരൊരു തീരുമാനമെടുത്ത് കാണും. പക്ഷേ അതറിയാൻ നമ്മൾ 23 വരെ, തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുമുണ്ട്.